റെജി ലൂക്കോസ് ബി.ജെ.പിയിൽ ചേർന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ ഞെട്ടൽ എനിക്ക് തോന്നുന്നില്ല. ഇവിടെയുള്ള ഭൂരിപക്ഷം മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കും ഒക്കെ തന്നെ ബി.ജെ.പിയെ മനസ്സുകൊണ്ട് വലിയ ഇഷ്ടം. ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന കൂട്ടക്കൊലകളും അക്രമങ്ങളും ഇവർ നേരിട്ട് കാണുന്നുണ്ട്. ആ കാര്യത്തിൽ അദ്ദേഹം യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറല്ല. ഇടത് മനസ്സുള്ള ബി.ജെ.പിക്കാർ കേരളത്തിൽ കൂടി വരികയാണ്. ജയസൂര്യൻ സർ, നമസ്കാരം. നമസ്കാരം. ഭാവിയിൽ ജോൺ ബ്രിട്ടാസോ വീണ ജോർജോ പോലും CPM വിട്ടാൽ അതിശയിക്കാനില്ല. കാരണം ഇടത് മനസ്സുള്ള ഒരുപാട് ആളുകൾ നരേന്ദ്രമോദിയുടെ ബി.ജെ.പിയുടെ പ്രവർത്തനത്തിൽ ആകൃഷ്ടരാവുകയാണ്. കുറേയധികം വർഷം ഇടത് സഹയാത്രികനായി ചാനൽ ചർച്ചകളിലെ സ്ഥിരം മുഖമായിട്ടുള്ള റെജി ലൂക്കോസ് ആണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ബി.ജെ.പിക്കാരനായി മാറിയിരിക്കുന്നത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന, കൗതുകമുളവാക്കുന്ന ഒരു വാർത്തയാണ്. ഈ ഇടത് മനസ്സുള്ള ബി.ജെ.പിക്കാർ കേരളത്തിൽ കൂടി വരികയാണോ? എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നത്? ഇടത് മനസ്സുള്ള അല്ലെങ്കിൽ ബി.ജെ.പി മനസ്സുള്ള ഇടതുപക്ഷക്കാർ എന്ന് പറയുമ്പോൾ അതിൽ പല വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ റെജി ലൂക്കോസ് ബി.ജെ.പിയിൽ ചേർന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ ഞെട്ടൽ എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം ഞങ്ങൾ രണ്ടുപേരും പാലക്കാരാണ്. റെജി ലൂക്കോസും ഞാനും പാലക്കാർ. അതായത് കേരള ക്രൈസ്തവരുടെ, പ്രത്യേകിച്ച് കത്തോലിക്കരുടെ ഏറ്റവും വലിയ രൂപതയാണ് പാല. രണ്ടാമത്തെ വലിയ രൂപതയാണ് പാതുവ രൂപത എന്ന് പറയുന്ന റോം ഉൾപ്പെടുന്ന രൂപത. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഞങ്ങളുടെ പാലാ ഭാഷയിൽ പറഞ്ഞാൽ അച്ചായന്മാർക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഇവർ കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കും, തീരുമാനമെടുക്കും. പക്ഷെ അത് പ്രഖ്യാപിക്കുന്നതും നടപ്പാക്കുന്നതും എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അതായത് പാലായിൽ ഇരുന്നുകൊണ്ട് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റും, ഇവിടെയുള്ള ഭൂരിപക്ഷം മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കും ഒക്കെ തന്നെ ബി.ജെ.പിയെ മനസ്സുകൊണ്ട് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങളും ബി.ജെ.പി ആണ് എന്ന് പറയാനുള്ള ഒരു സമയം ആയിട്ടില്ല. കാരണം ഇത് മുഴുവൻ അണികളെയും ബോധ്യപ്പെടുത്തി, അവരെ മനസ്സിലാക്കി, അവരെയും കൂടി ഈ അജപാലന ദൗത്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അല്പസമയമെടുക്കും എന്നുള്ളതാണ് സംസാരം. പക്ഷെ റെജി ലൂക്കോസിന് അങ്ങനെയുള്ള കെട്ടുപാടുകളൊന്നുമില്ല. അദ്ദേഹം അറിയപ്പെടുന്ന ഇടതുപക്ഷക്കാരനായിരുന്നു, CPM-ന്റെ മെമ്പറായിരുന്നു. 15 വർഷമായി CPM-ന് വേണ്ടി ചാനലുകളിൽ വളരെ ശക്തമായി പോരടിച്ച വ്യക്തിയാണ്. ഇപ്പൊ ഞാനൊക്കെ അദ്ദേഹമൊക്കെ ആയിട്ട് നേർക്കുനേറെ എത്രയോ തവണ സംസാരിച്ചിരിക്കുന്നു. പക്ഷെ അപ്പോഴും മനസ്സിന്റെ മനസ്സിൽ ബി.ജെ.പിയോട് അദ്ദേഹത്തിന് ഒരു ബഹുമാനമുണ്ട് എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഒരു ഞെട്ടലോടുകൂടി അദ്ദേഹം വരും എന്ന് മറ്റുള്ളവർക്ക് തോന്നിയത് ഒരു ഞെട്ടലാണെങ്കിൽ എനിക്കതൊരു സ്വാഭാവിക പരിണാമം എന്നാണ് തോന്നുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് വലിയൊരു സൂചനയാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അവർ കോൺഗ്രസിനകത്താലും CPI-ക്ക് അകത്താണെങ്കിലും CPM-ലാണെങ്കിലും കേരള കോൺഗ്രസിലാണെങ്കിലും നാളെ ബി.ജെ.പിയിലേക്കാണ് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് റെജി ലൂക്കോസ് ഇപ്പോൾ നടത്തിയ പ്രഖ്യാപനവും ബി.ജെ.പിയിലേക്കുള്ള പ്രവേശനവും. ഇത് യഥാർത്ഥത്തില് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു വിജയം കൂടിയല്ലേ, ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റിന്റെ? അങ്ങേക്ക് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാവും, ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധിയായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായി. അന്നേരം രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത്, കുറേയധികം വട്ടന്മാർ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്താൽ ഞങ്ങളുടെ തലയിൽ, ബി.ജെ.പിയുടെ തലയിൽ അത് കൊണ്ടുവരണ്ട എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇത്തരത്തിൽ ഒരു കേരളത്തിന്റെ ഒരു മതേതര മുഖത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുന്നത് ഇടത് മനസ്സുള്ള ആളുകളെ പോലും ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ പ്രാപ്തമാകുന്നില്ല. തീർച്ചയായിട്ടും ഇത് രാജീവ് ചന്ദ്രശേഖരജിയുടെ ഒരു വലിയ വിജയമാണ്. അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടുകൾ, വികസനത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, ആ കാര്യത്തിൽ അദ്ദേഹം യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറല്ല. മതപരമായിട്ടുള്ള ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഇലക്ഷനുകൾ അടുക്കുമ്പോൾ, അത് പഞ്ചായത്ത് ഇലക്ഷനോ അസംബ്ലി ഇലക്ഷനോ പാർലമെന്റ് ഇലക്ഷനോ ഏത് ഇലക്ഷനും ആവട്ടെ, ആ ഇലക്ഷൻ എടുക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ ആക്രമിച്ച് എന്ന് പറഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ബി.ജെ.പി വിരുദ്ധ കക്ഷികളും വലിയ പ്രചരണം നടത്താറുണ്ട്. ഇതൊരു പതിവ് കലാപരിപാടി മാത്രമാണ്. ബുദ്ധിയുള്ള എല്ലാവർക്കും ഈ കാര്യം അറിയാം. പക്ഷേ
നാളിതുവരെ നിലനിന്നിരുന്ന അത്തരം നാടകങ്ങൾക്ക് ഇപ്പൊ റെജി ലൂക്കോസിന്റെ ചുവടുമാറ്റത്തോടു കൂടി ഒരു തിരശ്ശീല വീഴാൻ പോവുകയാണ്. കാരണം ഇദ്ദേഹത്തിന് മറുവശത്ത് നിന്നുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ എങ്ങനെയാണോ ന്യായീകരിച്ചത്, ഇനി യഥാർത്ഥ BJP വശത്ത് നിന്നുകൊണ്ട് അതിന്റെ വസ്തുതകളെ വിശദീകരിക്കാനുള്ള അവസരം കിട്ടും. അത് കേരളത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അതുപോലെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. അതുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തിന്റെ ചിന്താധാരകളെയും ആ പൊതുസമൂഹത്തിൽ CPM-ഉം കോൺഗ്രസും പരത്താൻ ശ്രമിക്കുന്ന നറേറ്റീവ്സിനും ശക്തമായ തിരിച്ചടിയായിരിക്കും ഇനി റെജി ലൂക്കോസിൽ കൂടി വരിക. റെജി ലൂക്കോസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിന് ഇനി അവസരമില്ല. പുതിയ തലമുറ നാട് വിടുകയാണ്. അവരെ ഇവിടെ പിടിച്ചു നിർത്തണം. പഴയ ദ്രവിച്ച ആശയങ്ങളുമായി ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് ഒരു വൃദ്ധസദനമായിട്ട് മാറും. BJP-യുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറെ നാളുകളായി സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ തുടക്കത്തിൽ ചോദിച്ച പോലെ തന്നെ BJP-യുടെ മോദിയുടെ ഒക്കെ പ്രവർത്തനം കണ്ട് ആകൃഷ്ടരാവുകയാണ് ഒരുപാട് ഇടതുപക്ഷക്കാര്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് UDF ആരോപിക്കുന്നത് പോലെ ഒരു CJP, ഒരു കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു ബാന്ധവം അതിശക്തമാണ് അല്ലെ? ഈ CJP എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് മാത്രം പറഞ്ഞു നിർത്തണ്ട. കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ജനതാ പാർട്ടി എന്ന് പറയുമ്പോൾ രണ്ടും C ആണല്ലോ. ആ രണ്ടർത്ഥത്തിലും ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അത് മാത്രമല്ല. കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ അയൽവാസികളായ ക്രൈസ്തവരോട് ചോദിക്കാറുണ്ട്. ഞാൻ ഈ ക്രിസ്ത്യാനികളൊക്കെ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ ഞാൻ നടക്കാൻ പോകുന്ന സമയം, അപ്പൊ വഴി വെച്ച് ധാരാളം ക്രൈസ്തവരെ കാണും. പക്ഷെ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, 30 വയസ്സിന് താഴെയുള്ള ആരും എന്താ പള്ളിയിൽ പോകാത്തതെന്ന്. കാരണം ഇവര് 30 വയസ്സിന് താഴെയുള്ള ആരും പള്ളിയിൽ പോകുന്നതായിട്ട് ഞാൻ കാണുന്നില്ലേ. അവരൊക്കെ കാനഡയിലാണ്, അമേരിക്കയിലാണ്, ബ്രിട്ടനിലാണ്, അവരൊക്കെ വിദേശത്താണ്. കാരണം ഇവിടെ ജീവിക്കാൻ വയ്യല്ലോ. ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട റബ്ബർ തോട്ടവും ഞങ്ങൾ പണിത പള്ളിക്കൂടവും ഞങ്ങളുടെ പള്ളിയും ഒക്കെ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ മലയോരങ്ങളെ മുഴുവൻ നന്നായിട്ട് അധ്വാനിച്ച് വിയർപ്പൊഴുക്കി വലിയ തോട്ടങ്ങളാക്കി മാറ്റി. ആ തോട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അത് തേയിലത്തോട്ടം മുതൽ റബ്ബർ തോട്ടം വരെയുണ്ട്. അതുപോലെ കുട്ടനാട്ടിലെ നെല്ലറകൾ തീർക്കാൻ വേണ്ടി മുരിക്കനെ അടക്കമുള്ള ക്രിസ്ത്യാനികൾ അവിടെയും കഷ്ടപ്പെട്ടു. അപ്പോൾ തീരപ്രദേശം മുതൽ മലപ്രദേശം വരെ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി അധ്വാനിച്ച് കെട്ടിപ്പടുത്ത എസ്റ്റേറ്റുകളും കൃഷിയിടങ്ങളും നെൽവയലുകളും അവരുണ്ടാക്കിയ പള്ളിക്കൂടങ്ങളും കോളേജുകളും സ്കൂളും ആശുപത്രിയും ഒന്നും നോക്കി നടത്താൻ പോലും ആളില്ലാത്ത വിധം അനാഥമായി പോകുമ്പോൾ ജർമ്മനിയിലും മറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ, ജർമ്മനിയിൽ ഇപ്പോൾ ഒരു വർഷം 650 പള്ളി വിൽക്കാൻ വെച്ചിരിക്കുക എന്നാണ് കേട്ടത്. ജർമ്മനിയിലെ മാത്രം കണക്കാണിത്. അപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പള്ളികൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് പോലെ കേരളത്തിൽ ക്രൈസ്തവ പള്ളികൾ വിൽക്കാൻ വെക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ക്രൈസ്തവർ ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കണമെന്നും ഇവിടെ പണിയെടുക്കണമെന്നും ഇവിടെ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. അതിന് ഇവിടെ BJP വരാതെ രക്ഷയില്ല. ഞാനിത് പറയുമ്പോൾ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവർക്ക് ഒരു സംശയമുണ്ടെങ്കിൽ ആ സംശയം തീർക്കാൻ ഒരു തെളിവ് കൂടി ഞാൻ തരാം. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള, ഇല്ലെങ്കിൽ നിർണായക ശക്തി വോട്ടിന്റെ മേഖലയിലുള്ള 5 സംസ്ഥാനങ്ങളാണുള്ളത്. ഈ 5 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് BJP-യാണ്. അബദ്ധത്തിന് ഒരു തവണ ഭരണം കിട്ടിയതൊന്നുമല്ല, 2-3 തവണ തുടർച്ചയായിട്ട് BJP ഭരിക്കുകയാണ്. അപ്പോൾ ക്രൈസ്തവർക്ക് മഹാഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളും BJP ഭരിക്കുമ്പോൾ ക്രൈസ്തവർക്ക് നിർണായക വോട്ട് ശക്തിയുള്ള കേരളത്തിൽ എന്തുകൊണ്ട് BJP വന്നുകൂടാ എന്ന് ക്രൈസ്തവർ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. ഇനി വന്നില്ലാതിരിക്കട്ടെ, വന്നില്ലെങ്കിലുള്ള അവസ്ഥ എന്താണെന്ന് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. എറണാകുളത്ത് കോർപ്പറേഷനിൽ കോൺഗ്രസിന് 44 സീറ്റ് കിട്ടി. കോൺഗ്രസിന് അവിടെ ചെയർമാൻ സ്ഥാനം കിട്ടി. വൈസ് ചെയർമാൻ ആർക്കാണ്? 3 സ്ഥാനം കിട്ടിയ മുസ്ലിം ലീഗിന്. അപ്പോൾ 44 സീറ്റ് കിട്ടിയ കോൺഗ്രസിന് ചെയർമാൻ, 3 സീറ്റ് കിട്ടിയ മുസ്ലിം ലീഗ് വൈസ് ചെയർമാൻ. എന്നാൽ മലപ്പുറത്ത് ചെല്ലു, മലപ്പുറത്ത് കോൺഗ്രസിന് ലീഗിന് 26 സീറ്റ് കിട്ടി. ജില്ലാ പഞ്ചായത്തിൽ 10 സീറ്റ് കിട്ടി കോൺഗ്രസിന്. എന്നിട്ട് അവിടെ വൈസ് ചെയർമാൻ കിട്ടിയോ? കിട്ടിയില്ല. ഏതെങ്കിലും കൊള്ളാവുന്ന സ്റ്റാൻഡിംഗ് കൗൺസിൽ കിട്ടിയോ? കിട്ടിയില്ല.
മൂലയ്ക്ക് അടിച്ചൊതുക്കി കളഞ്ഞു മുസ്ലിം ലീഗ്. അതായത് 10 സീറ്റ് ഉണ്ടായിട്ടും, അതായത് ആകെ 36-ല് 26 ലീഗ്, 10 കോൺഗ്രസ്. ആ 10 സീറ്റ് ഉണ്ടായിട്ട് പോലും ഒരു നല്ല പോസ്റ്റ് കൊടുക്കാൻ തയ്യാറായില്ല. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിവിടുത്തെ ക്രിസ്ത്യാനിക്ക് മനസ്സിലാവും, ഇതിവിടുത്തെ കോൺഗ്രസ്സുകാരന് മനസ്സിലാവും. അതുകൊണ്ട് ഈ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഇവിടെ BJP വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഇന്ന് BJP എതിർത്താൽ നാളെ ഇവിടെ ക്രിസ്ത്യാനി ഇല്ല. ഇതാണ് വസ്തുത. BJP ഇല്ലെങ്കിൽ ക്രിസ്ത്യാനി ഇല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു റെജി ലൂക്കോസ്. അതുകൊണ്ടാണ് റെജി ലൂക്കോസ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പോലും കടുത്ത നിലപാടെടുത്തുകൊണ്ട് അതായത് കേരളത്തിലെ ക്രൈസ്തവർക്ക് ഇനി കേരളത്തിൽ ജീവിക്കണമെങ്കിൽ, അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കണമെങ്കിൽ, അവരുടെ എസ്റ്റേറ്റുകളും അവരുടെ നെൽപ്പാടങ്ങളും അവരുടെ പള്ളിക്കൂടങ്ങളും അവരുടെ ആശുപത്രികളും അവരുടെ കോളേജുകളും അവരുടെ പള്ളികൾ പോലും സംരക്ഷിക്കണമെങ്കിൽ കേരളത്തിൽ BJP ഉണ്ടായേ പറ്റൂ. ഈ വസ്തുത റെജി ലൂക്കോസിന് പച്ചയ്ക്ക് മനസ്സിലായി. കേരളത്തിലെ ഏതാണ്ട് ഒരു നല്ല ശതമാനം ക്രൈസ്തവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. കാരണം യൂറോപ്പില്, അമേരിക്കയിലൊക്കെ, ക്രൈസ്തവ ഭൂരിപക്ഷമായ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന കൂട്ടക്കൊലകളും അക്രമങ്ങളും ഇവർ നേരിട്ട് കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഇത് നാളെ കേരളത്തിലും വരും എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം കേരളത്തിൽ 25% മുസ്ലിമുള്ള എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും മുസ്ലിം MLA-മാരായി കഴിഞ്ഞു. കേരളത്തിൽ 25% മുസ്ലിമുള്ള എല്ലാ പഞ്ചായത്ത് വാർഡുകളും മുസ്ലിങ്ങൾ ജയിച്ചു കഴിഞ്ഞു, ഏത് പാർട്ടിയുടെ പേരിലാണെങ്കിലും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെജി ലൂക്കോസ് പറയുന്നത് ശരിയാണ്. ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല, ഇവിടെ പച്ചയായ മതം മാത്രമേ ഉള്ളൂ. പച്ചയായ ഇസ്ലാമിക കടന്നു കയറ്റത്തിനെ പ്രതിരോധിക്കണമെങ്കിൽ ക്രിസ്ത്യാനി ഒറ്റയ്ക്ക് നിന്നിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന പരമമായ സത്യം തിരിച്ചറിയാൻ റെജി ലൂക്കോസിന് സാധിച്ചത് കൊണ്ടാണ് BJP-യോടൊപ്പം നിന്നില്ലെങ്കിൽ റെജി ലൂക്കോസും ഇല്ല, ക്രൈസ്തവരുമില്ല, കേരളത്തിൽ മതേതരത്വവും ജനാധിപത്യവും ഇല്ല. അതിനുവേണ്ടിയാണ് അദ്ദേഹം ധീരമായ ആ നിലപാട് എടുത്തത്. CPM-ന്റെ മുതിർന്ന നേതാവായിട്ടുള്ള AK ബാലനെയും തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ BJP-യിലേക്ക് ക്ഷണിക്കേണ്ടതല്ലേ? കാരണം അദ്ദേഹത്തിനും ഇപ്പോ നിലവിൽ കഴിഞ്ഞ ദിവസത്തേക്ക് പ്രതികരണം അനുസരിച്ചിട്ട് പലരും ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നത് നിങ്ങൾ സഖാവാണോ അതോ എന്താണ് BJP-കാരനാണോ എന്നാണ്. AK ബാലന്റെ ചുവടുമാറ്റം എന്ന് പറയുന്നത് ഇതുപോലെയല്ല. AK ബാലനെ പോലെയുള്ളവർക്ക് ഇപ്പോൾ ഇസ്ലാം വിരുദ്ധ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM തന്നെയാണ്. CPM-ലുള്ള 99% പേരും ഹിന്ദുക്കളാണ്. ഇനി ബാക്കി 1% എന്ന് പറയുന്നത് CPM-ലെ നേതാക്കളിൽ ഉണ്ടെങ്കിലായി അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഹിന്ദു വോട്ടുകൾ സമാഹരിക്കണം. ആ ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടിയും കൂടെ ക്രൈസ്തവ വോട്ടുകൾ ബോണസ് ആയിട്ടെങ്ങാനും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയും മുസ്ലിം വിരോധം പറയുക. അത് യഥാർത്ഥത്തിലുള്ള മുസ്ലിം വിരോധമല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇസ്ലാമിക തീവ്രവാദികളുടെ കംപ്ലീറ്റ് കൺട്രോളിലായി കഴിഞ്ഞു, പിണറായി വിജയന്റെ കുടുംബം അടക്കം എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ ആ തരത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇസ്ലാമിക പാർട്ടി അല്ല, ഇസ്ലാമിക കൺട്രോളിലല്ല എന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന ചില അഭ്യാസ പ്രയോഗങ്ങൾ മാത്രമാണ്. പക്ഷേ ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് ഗൗതം പറഞ്ഞത് വളരെ ശരിയാണ്. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ CPM അപ്പാടെ ഒഴുകി BJP-യിൽ എത്തുക തന്നെ ചെയ്യും. അതായത് അഭിനവ കമ്മ്യൂണിസ്റ്റുകാര് പിണറായി വിജയന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് പാർട്ടിയെ പതുക്കനെ കാർന്നു തിന്നുകയാണല്ലേ? അതായത് പുതിയ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തെ നോക്കൂ. ഇസ്ലാമിസ്റ്റുകൾ കൂട്ടമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നു, നേതൃത്വത്തിലേക്ക് വരുന്നു. അതുപോലെ തീവ്ര ഇസ്ലാം സംഘടനകൾ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് DYFI, SFI, CITU എന്ന വേഷം ഇട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് കയറുന്നു. അവർ പാർട്ടിയെ പിടിച്ചടക്കുന്നു. ഇത് പാർട്ടിക്കകത്തുള്ള ഹിന്ദു സഖാക്കന്മാർ, പാരമ്പര്യ ഹിന്ദു സഖാക്കന്മാർക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മിണ്ടാൻ വയ്യ. മിണ്ടിയാൽ പാർട്ടി പിണങ്ങും, ജോലി പോകും, സ്ഥലമാറ്റം കിട്ടും, പല പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവര് എല്ലാം സഹിച്ച് കടിച്ച് ഒതുക്കി ക്ഷമിച്ച് അതിനുള്ളിൽ കഴിഞ്ഞുകൂടുക. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. BJP യഥാർത്ഥത്തിൽ പിണറായി വിജയനോട് നന്ദി പറയേണ്ടതല്ലേ? ചോദ്യം ക്ലിയർ ആയി കേട്ടില്ല. BJP യഥാർത്ഥത്തിൽ പിണറായി വിജയനോട് നന്ദി പറയേണ്ടതല്ലേ? ഇല്ല, ക്ലിയർ ആവുന്നില്ല. ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നില്ല. BJP യഥാർത്ഥത്തിൽ സഖാവ് പിണറായി വിജയനോട് നന്ദി പറയേണ്ടതല്ലേ?
അത് വളരെ ശരിയാണ്. പിണറായി വിജയന്റെ ഈ ഒരു നയം തുടരുന്നിടത്തോളം കാലം BJP പിണറായി വിജയനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ തരത്തിലുള്ള നയം തുടരട്ടെ, ഈ തരത്തിൽ തെറ്റായ ദിശയിൽ സഞ്ചരിക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പരിപൂർണമായിട്ടും ഇസ്ലാമിക തീവ്രവാദികളുടെ പാളയത്തിൽ കൊണ്ടുപോയി കെട്ടട്ടെ. ഇസ്ലാമിക തീവ്രവാദികളുടെ ചവിട്ടും തുപ്പും ആട്ടും തൊഴിയും കേട്ട് അനുഭവിച്ച് സഖാക്കന്മാർ അവസാനം പരിധി വിട്ട്, സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ, ആളെ മുട്ടിയ ചേരയും കടിക്കും എന്നൊരു നിലവാരത്തിലേക്ക് എത്തുമ്പോൾ അവർ തീർച്ചയായിട്ടും BJP-യിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പൊ സാറ് പറഞ്ഞു വരുന്നത്, അവസാനം നിർത്തുമ്പോൾ ഇതും കൂടി ഒന്ന് ചോദിക്കാം, AK ബാലൻ പറഞ്ഞ കാര്യം സത്യമാണെന്നാണല്ലേ സാറ് പറയുന്നത്? അതായത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മാറാട് കലാപങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നതാണോ? UDF, LDF എന്നുള്ള രണ്ട് മുന്നണികൾ ഇപ്പോൾ എത്തിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളെ കുറിച്ച് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. മുസ്ലിം ലീഗിനെ കുറിച്ചും ഇസ്ലാമിക പൊളിറ്റിക്സിനെ കുറിച്ചും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ ബോംബ് സ്ഫോടനങ്ങൾ കുറവാണല്ലോ, കേരളത്തിൽ കൂട്ടക്കൊലകൾ കുറവാണല്ലോ, കേരളത്തില് AK-47 ഉപയോഗിക്കുന്നില്ലല്ലോ, കേരളത്തില് ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ബോംബ് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് തോക്കെടുക്കുന്നത്? എന്തിനാണ് കലാപം ഉണ്ടാക്കുന്നത്? ഏതെങ്കിലും ഒരു ഇസ്ലാമിക അജണ്ട നടപ്പാക്കാൻ അവർക്ക് മറ്റ് യാതൊരു മാർഗവും ഇല്ലാതെ വരുമ്പോഴാണ് ഇസ്ലാമിക തീവ്രവാദ മാർഗം നടപ്പാക്കാൻ വേണ്ടി അവർ ബോംബ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ തോക്കെടുക്കുന്നത്, കലാപം ഉണ്ടാക്കുന്നത്, തീ വയ്ക്കുന്നത്. കേരളത്തിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കേരളത്തിൽ ബോംബ് വേണ്ട, കേരളത്തിൽ തോക്ക് വേണ്ട, കേരളത്തിൽ തീ വയ്ക്കണ്ട. കേരളത്തിൽ മുസ്ലിങ്ങൾ എന്തെങ്കിലും, ഇസ്ലാമിക തീവ്രവാദികൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അപ്പോൾ തന്നെ അത് നടപ്പാക്കി കൊടുക്കാൻ ഇവിടെ LDF-ഉം ഉണ്ട്, UDF-ഉം ഉണ്ട്. ഇവർ രണ്ടുപേരും ഇസ്ലാമിക തീവ്രവാദികളുടെ മുമ്പിൽ ഈ ദാസന്മാരെ പോലെ നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ കലാപങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് കാശ്മീരിലെ പോലെ, അഫ്ഗാനിസ്ഥാനിലെ പോലെ, സിറിയയിലെ പോലെ ഇവിടെ കലാപമൊന്നും വേണ്ട. കലാപത്തിന് മുമ്പ് തന്നെ, കലാപമൊന്നും പോയിട്ട് കാവൊന്നും പോലും പറയണ്ട, അതിനു മുമ്പ് ചെയ്തു കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസും ഉണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികളുടെ സ്വർഗരാജ്യമാണ് കേരളം. പക്ഷേ ഇത് ആത്യന്തികമായി സഹിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയുമാണ്. അപ്പോൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും സഹിച്ച് മടുക്കുന്ന ഒരു അവസരത്തിൽ തിരിച്ചടിക്കും. അന്ന് കമ്മ്യൂണിസവും കാണുകയില്ല, കോൺഗ്രസും കാണുകയില്ല. അന്ന് കേരളത്തിൽ BJP മാത്രമേ ഉണ്ടാവൂ.